SKN40 കേരള യാത്രയുടെ കണ്ണൂർ ജില്ലാ പര്യടനം അവസാനിച്ചു. ലഹരി വിപത്തിനെതിരെ നാടൊന്നാകെ 24-നൊപ്പം കൈകോർത്തതാണ് കണ്ണൂരിലെ കാഴ്ച. നാളെ കാസർഗോഡ് ജില്ലയിലാണ് പര്യടനം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച മോർണിംഗ് ഷോയിലെത്തിയത് നിരവധി അമ്മമാർ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച മദേഴ്സ് ആർമിയാണ് യാത്രയോടൊപ്പം ചേർന്നത്. പ്രകൃതി ദുരന്തത്തെ പോലെ തന്നെ പ്രളയമല്ലാത്തതിന്റെ ഏറ്റവും ആഫ്റ്റർ എഫക്റ്റ് അമ്മമാരിലാണ്. നമ്മൾ കണ്ടു അമ്മമാർ സ്റ്റേഷനിലേക്ക് പോകുന്ന അമ്മമാർ ഈ ലഹരി കേസിൽ കുട്ടികൾ. അപ്പോൾ അത്തരം അവരെ തന്നെ അവരൊപ്പം ഈ കുട്ടികളെയും കൂടെ എങ്ങനെ മാറ്റിയെടുക്കും. അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറയാണ് നമുക്ക് വേണ്ടത് ഇനി. അപ്പോൾ ആ മക്കളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരെയും കടമയാണ്. മക്കൾ നല്ല നിലയിലെത്തട്ടെ. തുടർന്ന് യാത്രയെത്തിയ ധർമ്മശാലയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പേർ ഒഴുകിയെത്തി. ലഹരി വിരുദ്ധ സന്ദേശമുണർത്തിയ കലാപരിപാടികളും അരങ്ങേറി. ചെറുതാഴം സെന്ററിൽ നടന്ന പരിപാടി ലഹരി വ്യാപനത്തിനെതിരെയുള്ള താക്കീതായി. എല്ലാവരും ഈ നാട് ഒറ്റക്കെട്ടായി ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് പോരടിക്കേണ്ട ഒന്നാണ് ലഹരി. ആ ലഹരിക്കെതിരായ പോരാട്ടത്തിന് 24-ഉം SKN നടത്തുന്ന പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും ഈ കല്യാശ്ശേരിയും അതോടൊപ്പം തന്നെ ഈ ചെറുതാഴവും ഇതിനോടകം തന്നെ അറിയിച്ചു. മാട്ടൂൽ മൻഷാ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും മതപണ്ഡിതരും യാത്രയുടെ ഭാഗമായി. വൈകിട്ട് മാട്ടൂൽ സെൻട്രൽ ബീച്ചിലെത്തിയ SKN40 സംഘത്തിനൊപ്പം ചേരാൻ ഒരു നാടൊന്നാകെ കടലോരത്തെത്തി. ലഹരി മാഫിയക്കെതിരെ ശക്തമായി പൊരുതുന്ന ധീര കൂട്ടായ്മയ്ക്കൊപ്പം ചേർന്നായിരുന്നു പരിപാടി. നൂറ് ശതമാനവും രക്തം കിരിയുന്ന ആത്മാർത്ഥതയിൽ ഞങ്ങൾ പറയുന്നു. ഈ ലഹരി മാഫിയകൾ, ഈ ലഹരി സംഘങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കും, നമ്മുടെ കുട്ടികളെ ഇല്ലാതാക്കും. നമ്മുടെ അണുകുടുംബത്തിൽ 1-2 കുഞ്ഞുങ്ങളുള്ള നമ്മുടെ കുടുംബത്തിൻ്റെ തായ് വേര് അറുത്തു വീഴ്ത്താനുള്ള ഈ ഭീകര സംഘങ്ങളെ അവൻ്റെ നാരായ വേര് പിഴുതെടുക്കുന്നത് വരെ ഈ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പയ്യന്നൂരിലായിരുന്നു കണ്ണൂർ ജില്ലയിലെ യാത്രയുടെ സമാപനം. 24 ഏറ്റെടുത്ത സാമൂഹിക ദൗത്യത്തിൽ പയ്യന്നൂർ ജനതയും കണ്ണിചേർന്നു. SKN40 കേരള യാത്ര നാളെ കാസർഗോഡ് ജില്ലയിൽ പ്രവേശിക്കും. 24 കണ്ണൂർ.